നമുക്ക് വീട്ടിൽ പോകാം, വീട്ടിൽ പോകുന്ന വഴിക്ക് നമുക്കൊരു സിനിമയും കൂടെ കാണാൻ പോകാം എന്നായിരുന്നു കേട്ടോ ചേട്ടൻ പറഞ്ഞിരുന്നത്. എന്നാൽ ഈ കാര്യം എൻ്റെ അനിയൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ ഇരിക്കുന്ന ചെറുത് ഇതിനെയും കൊണ്ട് പോയി കഴിഞ്ഞാൽ വെറുതെ നാട്ടുകാരുടെ ഇരിക്കുന്ന തെറി കേൾക്കേണ്ടി വരും എന്നവൻ പറഞ്ഞു. കാരണം അവൾ അങ്ങനെ ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കുന്ന ഒരു കൊച്ചല്ല, ഭയങ്കര പെടപെടപ്പാണ്. അതുകൊണ്ട് അവളെ കൊണ്ട് പോയാൽ ശരിയാകത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ആ വ്യാമോഹം മാറ്റി വെച്ചിട്ട് നമ്മൾ ആദ്യമേ അമ്മയുടെ വീട്ടിലേക്കാട്ടോ പോകുന്നത്. ചാച്ചനൊക്കെ വൈറലാക്കാൻ പോയതാ. പിന്നെ നന്ദൂട്ടി അവിടെ ഉണ്ടായിരുന്നു. ചാച്ചനെ കണ്ടു. അമ്മയുടെ അച്ഛൻ നന്ദൂട്ടി എന്ത് ചെയ്താലും ക്യാമറയുടെ ഫ്രണ്ടിൽ വരുന്നില്ല. പിന്നെ നമ്മൾ അകത്തേക്ക് കയറിപ്പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളവിടെ മുളക് ബജ്ജി ഇരിക്കുന്ന കണ്ടു. ആദ്യമേ എൻ്റെ കണ്ണ് അങ്ങോട്ടാണ് പോയത്. പിന്നീടാണ് ഞാൻ മാമീനെ കണ്ടത്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പച്ചാമ്മയുടെ അടുത്തേക്ക് പോയി. അമ്മയുടെ അമ്മ മുട്ടിലെ എല്ലൊക്കെ ചെറുതായിട്ട് ഒടിഞ്ഞൊക്കെ കിടക്കുകയാണ്. അപ്പോൾ പച്ചാമ്മയുടെ വെറുതെ പച്ചാമ്മനെ വൈറലാക്കാൻ പോകാന്നൊക്കെ പറഞ്ഞിട്ടോ. പിന്നെ നമ്മളിങ്ങനെ ചെറിയൊരു വീഡിയോസൊക്കെ എടുത്തു. അപ്പോൾ അവിടെ ഇരിക്കുന്ന മുളക് ബജ്ജി ആദ്യമേ ഞാൻ സൈഡ് ഒതുക്കി വിട്ടു. കാരണം വൈകുന്നേരം നല്ല തട്ടാനുള്ളതാണ്. അതുകൊണ്ട് അത് ഞാൻ സൈഡിലേക്ക് ഒതുക്കി വിട്ടു. പിന്നെ മോഹം പൊട്ടിപ്പോയിരിക്കുന്നു. അതെ, അങ്ങനെയൊക്കെ തന്നെയേ പകർത്തുള്ളൂ. പിന്നീട് രാവിലെ ഏറ്റിട്ട് നമ്മൾ ഇങ്ങനത്തെ ഒരു ചെറിയ വീഡിയോസ് എടുത്തു. പിന്നെ വൈകുന്നേരം എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ വീട്ടിൽ പോയായിരുന്നു. ആ വീഡിയോസൊക്കെ അടുത്ത ദിവസം ഇടുന്നതാണ്. അപ്പം വൈകുന്നേരം നമ്മൾ കാറ്റാടിപ്പാടം പോയി കേട്ടോ. ഭയങ്കര തണുപ്പ്, കാറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാനൊക്കെ നല്ല രീതിയിലാണ് കറങ്ങുന്നത്. അപ്പോൾ ഭയങ്കര മഞ്ഞും തണുപ്പുമായിരുന്നു. അപ്പോൾ ഒരു രക്ഷയില്ലായിരുന്നു. കിടക്കിടാന്ന് പറഞ്ഞിട്ട് വിറക്കുമായിരുന്നു. അപ്പോൾ ഇത്ര കേട്ടോ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ.